അസ്സലാമു എല്ലാവർക്കും ഉണ്ടാക്കാനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ അവസാനം വരെ കാണണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇപ്പോൾ നമുക്ക് കപ്പലണ്ടി എടുക്കാം. ഞാനൊരു കപ്പ് കപ്പലണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് 250 ഗ്രാം ഉണ്ട് ഈ ഒരു കപ്പ് കപ്പലണ്ടി. നമുക്കത് ചൂടാക്കിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് ചൂടാക്കി, ചെറിയ തീയിൽ ചൂടാക്കിയെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വേണം നമുക്കത് റെഡിയാക്കിയെടുക്കാൻ. കപ്പലണ്ടി കണ്ടല്ലോ, നല്ല കപ്പലണ്ടി 1 കപ്പുണ്ട്, 250 ഗ്രാമാണ്. നമുക്കിനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് അത് ചൂടാക്കിയെടുക്കാം. നല്ലതുപോലെ ചെറു തീയിൽ അത് ചൂടാക്കിയെടുക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നല്ല രുചികരമാണ്, നല്ല രുചിയാണ് ഈ സ്വീറ്റിന്. കപ്പലണ്ടിയും ശർക്കരയും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല രുചിയാണ്. നമുക്കിതിൻ്റെ അളവിൽ തന്നെ ഇനി ശർക്കര എടുക്കണം. ആദ്യം നമുക്കിത് ചൂടാക്കിയെടുക്കാം. ചെറു തീ വെച്ച് കരിയാതെ നല്ലതുപോലെ വറുക്കണം. നല്ലതുപോലെ ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം, കപ്പലണ്ടി ചൂടായി വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ കരിഞ്ഞു പോകരുത്, വളരെ ശ്രദ്ധിക്കണം. കപ്പലണ്ടി കരിയാതെ വൃത്തിയായിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ കരിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് കാണണം, അവസാനം വരെ കാണണം. കണ്ടെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള, പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കെല്ലാം, വലിയവരും കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണ്. അങ്ങനെ കപ്പലണ്ടി ചൂടായിട്ടുണ്ട്. ഇനി ആ തൊലി കണ്ടില്ലേ, തൊലി ചെറുതായിട്ടൊന്ന് കളറ് മാറി കരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് അത് തട്ടി അത് തണുത്ത് വരുമ്പോഴത്തേക്കും തൊലി കളഞ്ഞ് നല്ലതുപോലെ തൊലി കളഞ്ഞെടുക്കണം. കപ്പലണ്ടി ചൂടായി. നമുക്കൊരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് അത് തട്ടിയിടാം. തട്ടിയിട്ട് ആ ചൂട് മാറുമ്പോഴത്തേക്കും നല്ലതുപോലെ പരത്തി, നല്ലതുപോലെ വെച്ച് അത് ചൂട് മാറാനായിട്ട് നമുക്കൊന്ന് വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അങ്ങനെ നമുക്ക് തൊലി കളയാം. കൈ വെച്ച് നല്ലതുപോലെ അത് ഞെവിടി തൊലിയും കളയാം. നല്ല വൃത്തിയായിട്ട് എല്ലാ തൊലിയും പോകത്തക്ക രീതിയിൽ നല്ലതുപോലെ തൊലി കളഞ്ഞ്, ചൂടായതുകൊണ്ട് പെട്ടെന്ന് തൊലി പോകും. വറുത്തെടുത്തത് കൊണ്ട് തൊലി പെട്ടെന്ന് ഇളകി വരും. തൊലിയെല്ലാം കളഞ്ഞ് ഇനി നമുക്ക് നല്ലതുപോലെ പാറ്റിയെടുക്കാം. ആ തൊലി പോകാനായിട്ട് നല്ലതുപോലെ പാറ്റിയെടുക്കുമ്പോഴത്തേക്കും തൊലിയെല്ലാം പോകും. തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അത് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, വേറെ എന്തുണ്ടാക്കാനാണ്? പിള്ളേർക്കെല്ലാം എപ്പോഴും വിശപ്പും എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുള്ള ആഗ്രഹമല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ പറ്റൂ. ബേക്കറികളിലോട്ട് പോകാനും ഒന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മിക്സിയിലെ ജാറിലിട്ടു. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. വളരെ കൂടുതൽ നേരം പൊടിക്കേണ്ട, മിക്സി ചെറുതായിട്ടൊന്ന് പൾസിലിട്ട് കറക്കിയാൽ മതി. 2 വട്ടം നല്ലതുപോലെ കറക്കി. പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആവശ്യത്തിന് അത് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അര കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ പൊടിക്കണം. അതും വളരെ കൂടുതൽ നേരം ഇട്ട് പൊടിക്കണ്ട, കുറച്ച് നേരം കറക്കിയാൽ മതി. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇടണം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ബൗളിലേക്ക് ഇടാം. നമുക്ക് എല്ലാം കൂടെ നമുക്ക് ബൗളിലേക്കിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഇളക്കി കുഴച്ച് എടുക്കണം. എന്നാലേ നമുക്കത് ബോളാക്കി എടുക്കാൻ പറ്റൂ.
കപ്പലണ്ടി ആയതുകൊണ്ട് ഒത്തിരി കുറേ നേരം പൊടിച്ചാൽ അത് കട്ടിയായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാം രുചി കൂട്ടാനായിട്ട്. ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ല ഭംഗിയായി കുഴച്ച് എല്ലാ സ്ഥലത്തും ആ നെയ്യ് ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ കുഴയ്ക്കണം. നല്ല ഭംഗിയായി കുഴച്ചെടുക്കാം. കുഴച്ച് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നല്ല രുചികരമായ നല്ല ഒരു സ്വീറ്റാണിത്. നെയ്യും കൂടെ ഒഴിച്ചപ്പോൾ നല്ല മണവും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആവശ്യമെങ്കിൽ ഓപ്ഷണലാണ്, നമുക്ക് ചേർക്കാം. അപ്പോൾ രുചി കൂടും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഉരുട്ടിയെടുക്കേണ്ടത്. നല്ല അമക്കി ഉരുട്ടണം. അപ്പോൾ അല്ലേ അത് പൊടിഞ്ഞു പോകത്തില്ല. പൊടിയാതെ നല്ല ഭംഗിയായിട്ട് ഉരുട്ടി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടി വെച്ചിരിക്കുകയാണ്. നല്ല സുന്ദരമായ നല്ലൊരു സ്വീറ്റ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. രുചിച്ച് നോക്കണം. നല്ല രുചിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കപ്പലണ്ടിയും ശർക്കരയും നെയ്യും കൂടെ ആകുമ്പോൾ അറിയാമല്ലോ, നല്ല രുചിയായിരിക്കും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും ഇത് മുഴുവനും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി. എന്ത് ഭംഗി! നല്ല രുചികരമായ നല്ലൊരു സ്വീറ്റ്. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ ഉണ്ടാക്കണം. പോട്ടെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ബായ്.